സുബ്രതോ മുഖർജി കപ്പ് സെമി ഫൈനൽ മത്സരങ്ങളിലെ അവിസ്മരണീയ നേട്ടങ്ങൾ. 27 ജൂൺ 2025 ഞായർ. കവരത്തി വേഴ്സസ് അഗത്തി അണ്ടർ ഗേൾസ് ആദ്യ സെമി ഫൈനൽ ഇന്ന് രാവിലെ 8 മണിക്ക് നടന്നു. അണ്ടർ 17 ഗേൾസ് വിഭാഗത്തിലെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ കവരത്തിയും അഗത്തിയും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിച്ചു. കളിയുടെ തുടക്കത്തിൽ തന്നെ മേൽക്കൈ നേടിയ അഗത്തി ടീം 5-ാം മിനിറ്റിൽ 10-ാം മിനിറ്റിൽ എന്നിവയിൽ 2 മികച്ച ഗോളുകൾ നേടുകയായിരുന്നു. കവരത്തി ടീം പ്രതിരോധം കാട്ടിയെങ്കിലും ഗോളടിക്കാൻ സാധിക്കാതെ പോയി. 2-0. അഗത്തി ടീം 2 ഗോൾ കൊണ്ട് ഫൈനലിലേക്കുള്ള കടവ് ചാടി. മത്സരം അങ്ങനെ ആരംഭിക്കാൻ പോവുകയാണ്. കാണികൾ ഗ്രൗണ്ടുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. ആവേശം നിറഞ്ഞ ഫുട്ബോൾ മത്സരം കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ടീം റെഡിയായി. ടീം ഇതാ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോകുന്ന കാഴ്ചയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ ടീം ഇറങ്ങുന്നതാണ്. ഗസ്റ്റുമാർ റെഡിയായിരിക്കുകയാണ്. അതുപോലെ റഫറീസും എല്ലാം റെഡിയായി ഇതാ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ചില്ലറ മിനിറ്റുകൾ കൊണ്ട് അതിമനോഹരമായ ഫുട്ബോൾ മത്സരം വീക്ഷിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ ടീം ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഗസ്റ്റുമാർ അവരെ പരിചയപ്പെടാൻ എത്തുന്നതാണ്. അതാണ് ഗസ്റ്റുമാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഗസ്റ്റ് ഈ മീറ്റിൻ്റെ സെക്രട്ടറി EK ഹിദായത്തുള്ള സർ, MK ഹിദായത്തുള്ള സർ, AMG ഹസൻ സർ, അതുപോലെ നമ്മുടെ സ്പോർട്സ് ബോയ് മുസ്തഫ, ഗസ്റ്റുമാർ ഇപ്പോൾ നമ്മളുടെ ടീമിനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അവർ നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരിചയപ്പെടൽ കഴിഞ്ഞു. ഇനി ഫോട്ടോഷൂട്ടിനായി അവർ നിൽക്കുകയാണ്. ക്യാമറാമാൻ ഹംസഖ സാർ അവരെ നിർത്തി ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്ക് അതുപോലെ നമ്മുടെ ബെഞ്ചിലിരിക്കുന്ന ഒഫീഷ്യൽസ്. ഓക്കെ, അപ്പോൾ ടീം റെഡിയായി. റഫറീസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ കളി ആരംഭിക്കുകയാണ്. ആന്ത്രോത്ത് വേഴ്സസ് കൽപ്പേനി അണ്ടർ 17 ഗേൾസ് 2-ാം സെമിഫൈനൽ. ഇന്ന് നടന്ന 2ാമത്തെ സെമിഫൈനൽ മത്സരം ആന്ത്രോത്തും കൽപ്പേനിയും തമ്മിലായിരുന്നു. ഫുട്ബോളിൻ്റെ സുന്ദരതയും ആവേശവും ഒരുമിച്ച് പകർന്നു നൽകിയ അതിജീവന പോരാട്ടമായി ഇത് മാറി. ആന്ത്രോത്ത് ടീമിൻ്റെ ഫാത്തിമ 3-ാം മിനിറ്റിൽ ആദ്യ ഗോൾ നേടി. അനീസ 8-ാം മിനിറ്റിലും ഹനീന 11-ാം മിനിറ്റിലും 32-ാം മിനിറ്റിലും ഹുസ്ന 39-ാം മിനിറ്റിലും മികച്ച പ്രകടനം നടത്തി. അതിനിടയിൽ കൽപ്പേനി ടീമിലെ സ്വാലിഹ 29-ാം മിനിറ്റിൽ അപകടകരമായ സ്വന്തം പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുകയായിരുന്നു. ആന്തരിക സമർപ്പണത്തോടെ കളിച്ച ആന്ത്രോത്ത് ടീം 7 ഗോളുകൾ കൊണ്ട് ഫൈനലിലേക്ക് കടക്കുകയാണ്. കവരത്തി സ്റ്റേഡിയത്തിലെ ഓരോ മത്സരത്തിനും പ്രാണൻ പകരുന്ന അത്യുജ്വല അനൗൺസ്മെൻറ്റുകൾ
ആണ് നമ്മുടെ ആറ്റക്കോയ സാറിൻ്റെത്. മൈതാനത്തിലെ ആവേശതരംഗങ്ങൾ പടരുന്ന നിരവധി മത്സരങ്ങൾക്ക് അദ്ദേഹം ശബ്ദമായി, വെറും ശബ്ദമല്ല, അനൗൺസ്മെൻ്റ് അല്ല, അത് ഓരോ ആരാധകനും ഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു ജ്വാല. Cameraman.